ഹായ് കൂട്ടുകാരെ, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അയിലാണ് എടുത്തിട്ടുള്ളത്. 6 അയില നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ നമ്മളൊരു ചെറിയൊരു കറിയാണ് വെക്കാൻ പോകുന്നത്, അങ്ങനെ വറ്റിച്ചെടുക്കുന്നൊരു കറി. അപ്പോൾ അത് വെക്കാനായിട്ട് നമുക്ക് പോവാം വീഡിയോയിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, കോൽപ്പുളിയാണിത്. അപ്പോൾ നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കുതിർന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിയുടെ ആ മണം കിട്ടാനായിട്ട് ഒന്ന് മൂപ്പിച്ചത് നമുക്ക് ഈ സവോള ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കീറി രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ യൂട്യൂബ് ചാനലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം എല്ലാവരും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പൊട്ടയായാലും നല്ലതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതിയിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്. മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തോരം എരിവ് വേണം അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി പുളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചകള വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. 2 എണ്ണത്തിൻ്റെ ചകള ഞാൻ എടുത്തിട്ടില്ല. കണ്ട കുറേ നേരം ഒന്ന് വേവിക്കണ്ട കേട്ടോ. ഒന്ന് വെള്ളം ഒന്ന് വറ്റണം. നമ്മുടെ അടച്ചിട്ട് ഇനി ഒന്ന് മുങ്ങി കിടന്ന് വേവണമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ ഇത്ര വെള്ളം ഒഴിച്ചത്. ഇനി ഇതിന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നതാണ്. നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ. നമ്മുടെ കറി ഇതേ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇതിലങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കാത്ത കറിയല്ലേ, അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മീൻ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കഷ്ണമാക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഒത്തിരി വേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തുറന്ന് നോക്കാം. ഉണ്ടോ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി. ഞാൻ ഇന്നൊരു മീനെടുത്ത് കാണിച്ചു തരാം കേട്ടോ.
നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ. ഇതൊന്നും കൂടി വറ്റും ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും. തണുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരും. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ ബൈ.